എല്ലാവർക്കും നമസ്കാരം. മൂർഖശിക്ഷോപദേശേന ദുഷ്ടശ്രീഭരണേന ച ദുഃഖിതൈഹി സംപ്രയോഗേണ പണ്ഡിതോപ്യവസീദതി. ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ചാണക്യനീതിയിൽ പറഞ്ഞിരിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം. മൂർഖ ശിഷ്യോപദേശേന, അതായത് മരമണ്ടനായ ശിഷ്യനെ ഉപദേശിക്കുക എന്നാണ് അതിൻ്റെ അകത്ത് വളരെ ലളിതമായ സാരം. നാം മറ്റൊരാളെ ഉപദേശിക്കുമ്പോൾ, അതല്ലെങ്കിൽ വിദ്യ അഭ്യസിപ്പിക്കുമ്പോൾ താൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കുന്നവനാവണം നമ്മുടെ ശിഷ്യൻ എന്നതാണ്. അതിൽ താല്പര്യമുണ്ടാകണം ആ വ്യക്തിക്ക്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ള ജോബായിരിക്കണം, ഇത്യാദികളെല്ലാം ഉള്ള ആളാണ് യഥാർത്ഥ ശിഷ്യൻ. അങ്ങനെ അല്ലാത്ത, താല്പര്യമില്ലാത്ത, അതുപോലെ തന്നെ നമ്മളെ അനുസരിക്കാത്ത, നമ്മളോട് ബഹുമാനമില്ലാത്ത ഒരാളെ ഒരിക്കലും ശിഷ്യനായി സ്വീകരിക്കരുത്. അതല്ലെങ്കിൽ അയാൾക്ക് ആ വിദ്യ പറഞ്ഞു കൊടുക്കരുത് എന്നാണ് സാരം. കാരണം ഒരു തൊഴിൽ നമ്മൾ പഠിക്കുന്നത് തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ അത് മറ്റൊരു തലത്തിലോ അല്ലെങ്കിൽ മറ്റൊരാളിൽ ഏൽപ്പിക്കുമ്പോൾ അത് കരുതി അല്ലെങ്കിൽ ശ്രദ്ധിച്ച് ഏൽപ്പിക്കാവൂ എന്നാണ് അതിൻ്റെ സാരം. രണ്ടാമതാണ് ദുഷ്ടശ്രീ ഭരണേന ച, സദാചാരം നഷ്ടപ്പെട്ട സ്ത്രീയെ സംരക്ഷിക്കുക എന്നതാണ്. ഒന്ന് പറയാം, വേശ്യാസ്ത്രീ എന്നോ അതല്ലെങ്കിൽ നാട്ടിൽ പേരുദോഷമുള്ള സ്ത്രീ എന്നോ ഒക്കെ ഇവരെ സംരക്ഷിക്കുന്നത് തെറ്റാണ് എന്നല്ല പറയുന്നത് കേട്ടോ, ആദ്യമേ സൂചിപ്പിക്കാം. പക്ഷേ പേരുദോഷത്തിനുള്ള വഴികളാണ് ഇതൊക്കെ എന്നതാണ് ഈ പദത്തിൻ്റെ അർത്ഥം എന്ന് സാരം. അതായത് സദാചാരം നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ സംരക്ഷണം വരുത്തി വെക്കാവുന്ന ദുരിതങ്ങളും മാനഹാനിയും വർണ്ണനാതീതമാണ് എന്ന് ശ്രദ്ധിക്കുക. അവളുടെ പ്രവൃത്തി മൂലം ഉണ്ടാകുന്ന എല്ലാ സംഘർഷങ്ങൾക്കും ഈ സംരക്ഷിക്കുന്ന ആള് മറുപടി പറയേണ്ടത് വരും. അതുപോലെ തന്നെ കേസോ, അതുപോലെ തന്നെ ധനനഷ്ടം, മാനഹാനി ഒക്കെ ഈ സംസർഗത്തിലൂടെ ഉണ്ടാവും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടവുമായിട്ട് തുലനം ചെയ്ത് നോക്കുമ്പോൾ കുറേയൊക്കെ മാറ്റമുണ്ട്. സ്ത്രീ സംരക്ഷണ വകുപ്പുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും ആചാര്യൻ്റെ, ചാണക്യൻ്റെ കാലത്തുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെയാണ് ദുഃഖിതൈഹി സംപ്രയോഗേണ. നമ്മൾ 10 രൂപ കാശുണ്ടാക്കാൻ, അതല്ലെങ്കിൽ രാവിലെ മുതൽ കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് സാമാന്യമായിട്ടുള്ള എല്ലാവരും. അതേസമയം ഇത്തിൽക്കണ്ണിയായിട്ടുള്ള സുഹൃത്തുക്കളും ഉണ്ടാവാം. അതാണ് ദുഃഖിതൈഹി സംപ്രയോഗേണ, ദുഃഖിതന്മാരുമായിട്ടുള്ള സഹവർത്തിത്വം. ഈ ദുഃഖിതം എന്ന് ഉദ്ദേശിക്കുന്നത് കഷ്ടപ്പെട്ട് ആരെങ്കിലും മരിച്ചു പോയിട്ട് അല്ലെങ്കിൽ രോഗദുരിതമായിട്ട് കഴിയുന്നവനെ അല്ല ഒരിക്കലും ദുഃഖിതൈ എന്ന് ഈ വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പകരം എൻ്റെ പൈസ ഇല്ല, ജോലി ചെയ്യാൻ നല്ല ആരോഗ്യമുള്ള വ്യക്തിയായിരിക്കും, പക്ഷേ അയാൾ പണിക്ക് പോവില്ല. എൻ്റെ പണമില്ല, അല്ലെങ്കിൽ എടാ ഒരു 100 രൂപ തരാവോ, അല്ലെങ്കിൽ ഒരു 500 രൂപ തരാവോ. ഇപ്പോഴത്തെ കാലത്ത് 5000, 10000 ഒക്കെ ചോദിക്കുന്നേ. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് പകലന്തിയോളം പണിയെടുത്തുള്ള കാശ് നമ്മുടെ സ്വരുക്കൂട്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ എന്തെങ്കിലും ഒരു ആവശ്യമോ അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങിക്കാൻ വെച്ചിരിക്കുന്ന പൈസയിൽ നിന്ന് എപ്പോഴും എന്നും രാവിലെ വിളിച്ചിട്ട് ഒരു 500 രൂപ തരാവോ അല്ലെങ്കിൽ 1000 രൂപ തരാവോ എന്ന് പണിക്ക് പോകാതെ വീട്ടിലിരുന്നു കൊണ്ട് ചോദിച്ച് ആ പൈസ കൊണ്ട് ദൂർത്തടിച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ പിന്നെ കടം ചോദിക്കുന്ന വ്യക്തിയെയാണ് ദുഃഖിതൈഹി എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ജോലിക്കൊന്നും പോകത്തില്ല, ദൂർത്തടിച്ച് നടക്കുന്നു, വല്ലവരുടെ കാശും കൊണ്ട് ജീവിക്കുന്നു. അങ്ങനെയുള്ള സുഹൃത്തുക്കളും ഉള്ള വ്യക്തി പണ്ഡിതൈഹി വസീദതി എന്നാണ്. പണ്ഡിതന്മാർ പോലും അങ്ങനെയുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദുഃഖിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ സംരക്ഷിക്കുന്ന സ്ത്രീയെ അല്ലെ നമ്മൾ ആരെങ്കിലുമൊക്കെ കെയർ ടേക്കർ ആവുകയാണെങ്കിൽ അവരുടെ സ്വഭാവവും മറ്റുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ ശിഷ്യനെയും തിരഞ്ഞെടുക്കുമ്പോൾ നല്ലവണ്ണം ചിന്തിച്ച് ശ്രദ്ധിച്ച് വേണം എന്നാണ് ആചാര്യൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും നമസ്തേ.